എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ ലഡാക്ക് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് 2 ദിവസമായിരുന്നു. അപ്പോൾ 2 ദിവസം നമ്മളിവിടെ ജോസ്നയുടെയും സുധീഷിൻ്റെയും കേരള ഹൗസിലായിരുന്നു സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നത്. അപ്പം തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലേ പോകുന്നത്. തിരിച്ച് ഞങ്ങൾ നോക്കട്ടെ അല്ലേ, പോയിട്ട് ചിലപ്പോൾ ഞങ്ങൾ വരും, അല്ലെങ്കിൽ അതുവഴി പോവും. നോക്കാം, ഇതുവഴി വന്നിട്ട് ശ്രമിക്കാം. അപ്പം ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. അപ്പം നാട്ടിൽ വരുമ്പോൾ വിളിക്കുക, അങ്ങോട്ട് വരിക. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുക, ഇങ്ങോട്ട് ഇടയ്ക്ക് വരാം. പെട്ടെന്നൊന്നും വരത്തില്ല കേട്ടോ. സെപ്റ്റംബറിൽ വരുമോ? സെപ്റ്റംബറിലൊന്നും വരാൻ ചാൻസ് ഇല്ല. വരുമ്പോ ലഡാക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. അതെ, ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ 2 ദിവസം ഞങ്ങൾക്ക് നല്ല കേരള സ്റ്റൈൽ സാമ്പാറും ചോറും കറിയൊക്കെ വെച്ച് തന്നു. അപ്പോൾ ഇനിയും വരുമ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സുധീഷേട്ടനോട് അന്വേഷണം പറയുക. ചേട്ടാന്ന് വിളിക്കണ്ട കേട്ടോ, സുധീന്ന് വിളിച്ചാൽ മതിയില്ലേ. അപ്പോൾ സുധീഷിനോട് പറയുക, അന്വേഷണം പറയുക. ഞങ്ങൾ നോക്കട്ടെ, പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഞങ്ങൾ കണ്ടോളാം. ഇല്ല, കാണുമല്ലേ? സുധി ഇന്ന് നാളെ തിരിച്ചു വരും. അപ്പോൾ ശരി എന്നാൽ, അല്ലേ, വരുമ്പോൾ കാണാം. ആ, ഞങ്ങൾ തിരിച്ചു വന്നേക്കാം ഇനി, അല്ലേ? അല്ല, കരു വന്നിട്ടേ പോവുള്ളൂ. കരുവെന്നല്ല, ഇങ്ങോട്ട് വരാമല്ലോ. ഇങ്ങോട്ട് തന്നെ വരും. അതെ, ഞാൻ ഇപ്രാവശ്യം അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് കയറാൻ ഒരു പ്ലാൻ ഉണ്ട്. എൻ്റെ വണ്ണം കുറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ മോളെ വിളിക്കാം. എനിക്ക് പരിശീലനം ഞാൻ വരാം. 2 പേരുടെ ഏണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങളാണ്, നടക്കും. അപ്പോൾ എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. നീ യാത്ര പറയുന്നില്ല, ഞങ്ങൾ പോയിട്ട് വരും. ഓക്കെ, ഞങ്ങൾക്ക് പറ്റിയ ഒട്ടും പേടിയില്ല. അതെ, അല്ലേ, അവിടെ ഇറങ്ങിയപ്പോഴത്തെ ഇവിടുത്തെ പട്ടി ഭയങ്കര ഇതാ കടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴി എന്തോരം പട്ടി കാണുന്നുണ്ട്. നന്നായിട്ട് ഓടും അത് വണ്ടിയുടെ പുറകെ. നമ്മുടെ വണ്ടിയുടെ പുറകെ എന്തോരം ഓടിയുന്നത്. അപ്പം ശരി, ബൈ. അപ്പോൾ ലേയോട് നമ്മൾ തൽക്കാലം വിട പറഞ്ഞ് കർദുംഗ്ലയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമ്മൾ മലകൾ കയറാൻ തുടങ്ങിയാണ്. അപ്പോൾ അത് ലേ സിറ്റിയുടെ ഭാഗങ്ങളാണ് താഴെ കാണുന്ന എല്ലാം. എവിടെ പോവാ? കർദുംഗ്ല എന്ന് പറഞ്ഞേ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും നമ്മളിപ്പോൾ 11,500 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. Connecting cultures from Kerala to Ladakh. Spanning across 18 states. താഴെ കണ്ടോ ഇഷ്ടംപോലെ മരങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഈ ആൾതാമസമുള്ള ഏരിയയിലെല്ലാം ഇങ്ങനെ മരങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഓക്സിജൻ്റെ കുറവുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ആൾതാമസം ഉള്ളിടത്ത് മാത്രമേ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. എവിടെ പോവാ നമ്മള്? ലഡാക്ക് പോവാ. ഇതൊരു മൊണാസ്ട്രിയാ. ഇവിടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനിട വളരെ കുറവാണ്. കുഞ്ഞിക്കിളി, അങ്ങ് കാണുന്ന ആ മഞ്ഞോലയിലേക്കാണ് നമുക്ക് കയറി ചെല്ലണ്ട കേട്ടോ. മോളി വരെ കയറി ചെല്ലണം. ഇനി ഞങ്ങൾ പറ്റിയില്ലന്നേ. ഇന്ന് ചെല്ലും, നമ്മൾ ചെല്ലുന്നതല്ലേ ഉള്ളൂ, തുടങ്ങിയല്ലേ ഉള്ളൂ. കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോയേക്കാം. ഡീസലുണ്ട്, എന്നാലും ഫുള്ളാക്കിയേക്കാം. പോകുന്ന വഴിയൊക്കെ ഒന്ന് ഭയങ്കര കയറ്റവും പിന്നെ ചെല്ലുന്നിടത്ത് എല്ലായിടത്തൊന്നും പമ്പൊന്നും കാണില്ല. അപ്പോൾ ഡീസൽ അടിച്ചു, പെട്രോളും കൂടെ ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാം. ഡീസലിന് ഇവിടെ 87 രൂപ 41 പൈസ. ഒരു ഹെലികോപ്റ്റർ മുകളിൽ കൂടെ പറക്കുന്നുണ്ട്. ഇത് മിക്കവാറും ഇങ്ങനെ ഹെലികോപ്റ്ററിലേക്ക് ഇങ്ങനെ കറങ്ങുന്നതാണ്. പെട്രോളിന് 102 രൂപ 27 പൈസ. കാർഗിലിനെക്കാട്ടി കുറേ വില വ്യത്യാസമുണ്ട്, വില ഇച്ചിരി കൂടുതലുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടെ കൂടുന്നതുകൊണ്ടായിരിക്കും. You are on one of the highest motorable road. കർദുംഗ്ല 34 കിലോമീറ്റർ, സൗത്ത് കുല്ലു 20. മുകളിൽ എവിടെയെങ്കിലും പോലീസ് ചെക്ക് പോസ്റ്റ് ആണോ, അവിടെ എൻട്രി ചെയ്യണ്ടേ. താഴെ ആരും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അവിടെ എൻട്രി ചെയ്തിട്ട് പോയത്. അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. വെൽക്കംസ് യു ടു നുംബ്ര വാലി. അപ്പോൾ ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ പെർമിറ്റൊക്കെ കാണിച്ച് നമ്മൾ എൻട്രി ചെയ്തിട്ട് വേണം പോകാൻ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇതിലെല്ലാം ലോറിയൊക്കെ വരുന്നുണ്ട്. ലോറിയൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു സമയം എടുക്കും. പിന്നെ അധികം ലോഡില്ലെന്ന് തോന്നുന്നു, ചെറുവണ്ടികളാണ് കൂടുതൽ.
The Leh district is situated at an altitude that ranges between 9,843 feet to 18,000 feet. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് തലവേദന, പിന്നെ ഛർദ്ദിക്കാൻ വരരുത്, അതുപോലെ ചുമ, ഇറഗുലറായിട്ട് നമുക്ക് ബ്രീത്തിങ് വരുമ്പോൾ ചുമ വരും, അതുപോലെ തന്നെ ലാസ്റ്റ് വെച്ചാൽ ബ്രത്ത് കിട്ടാതെ നമുക്ക് ശ്വാസം കിട്ടാതിരിക്കുക, പിന്നെ കോൺസെൻട്രേഷൻ നമുക്ക് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പ്രിക്കോഷൻസ് എന്താ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 അല്ലെങ്കിൽ ഒരു 36 മണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് എടുക്കണം. അതുപോലെ തന്നെ ഡേ ടൈമിൽ നമ്മൾ കൂടുതൽ കിടന്ന് ഉറങ്ങരുത്. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് പിൽസ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ വെള്ളം 2-3 ലിറ്റർ കുടിക്കുക. അപ്പം എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ നല്ലപോലെ കുടിക്കണം. വെയിൽ കണ്ണാടി വെക്കണം, അതാണ് ഏറ്റവും വലിയത്. അപ്പോൾ എൻ്റർ ചെയ്ത് പോയേക്കാം. ലോറികൾ കയറി വരുന്നുണ്ട് കേട്ടോ. ആ ലോറി വരുന്നുണ്ട്. എനിക്കൊന്ന് അന്നത്തെക്കാലം വഴി പണിതൊന്നു. ഇന്നത്തെക്കാട്ടിലും ചിലപ്പം 2 വർഷം ആയില്ലേ, അതുകൊണ്ട് വഴി ഇച്ചിടൊക്കെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ മല വളഞ്ഞ് കയറി പോകണം. നമ്മളപ്പോൾ 11,500 അടിയിൽ നിന്ന് 18,000 അടി ഉയരത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. 17,982 ഫീറ്റാണ് കർദുങ്കലയുടെ ഹൈറ്റ്. ഇത്രയും കയറി വന്നപ്പോൾ തന്നെ നോക്കിയേ ലേ സിറ്റി എന്തായാലും താഴെയാന്ന് നോക്കി. അതെ, നമ്മളെ കയറി വന്ന വഴിയത്. ലഡാക്ക് അറിയപ്പെടുന്നതിന് ലാൻഡ് ഓഫ് പാസസ് എന്നാണ്. അതായത് ഒത്തിരി പാസുകളുണ്ട്. പാസ് എന്ന് പറഞ്ഞാൽ ചുരം. ഇതുണ്ട് ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു, അതൊരു മൊണാസ്ട്രിയാണ്. ലാ എന്ന് പറഞ്ഞാൽ ചുരം എന്ന് തന്നെയാണ്. കർദുങ്കല പാസ് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കർദുങ്കല എന്ന് പറഞ്ഞാൽ മതി. കർദുങ്കല, സോജില, ചാങ്ലാങ്ല, അങ്ങനെ പിന്നെ നമ്മള് നമിങ്ല, കോട്ട്ല എല്ലാം ലാ ചേർത്ത എല്ലാം ലാ തന്നെയാ പാസുകളാണ്. അപ്പോൾ നമ്മൾ ലേ വന്നിട്ട് നമ്മൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു പെർമിറ്റ് എടുക്കണം. 12 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ട, 12 വയസ്സിൽ മുകളിലുള്ളവർക്ക് ഒരു പെർമിറ്റ് എടുക്കണം. അത് നമുക്ക് ഓൺലൈൻ വേണേൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ലോഡ്ജുകളിൽ പറഞ്ഞാൽ അവരെടുത്ത് തരും. ഒരാൾക്ക് 400 രൂപ. അത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണോ ആ സ്ഥലങ്ങളെല്ലാം വെച്ച് വേണം. അത് എല്ലാ സ്ഥലങ്ങളും വെച്ച് പാസ് എടുക്കുന്നതാണ് നല്ലത്. ആ കാണുന്ന മലകളെല്ലാം മഞ്ഞ് മൂടിക്കിടന്ന മലകളായിരുന്നു. ഇപ്പം മഞ്ഞെല്ലാം ഒരുങ്ങി. ഇവരെല്ലാം ഫ്ലൈറ്റിൽ ലേ വന്നിറങ്ങിയിട്ട് ഇവിടുന്ന് ബൈക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. പുറത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. അതെന്നാന്ന് അറിയത്തില്ല, മറ്റേ വഴി വല്ല ബ്ലോക്കോ പണിയോ വല്ല ആയിരിക്കും. വേറെ വഴിക്ക് ഇച്ചിരൂടെ ചെറിയ വഴിക്ക്. എനിക്ക് അത് കഴിഞ്ഞ് 1 വേ ആക്കി വിട്ടേക്കുന്നതാണോ സംശയമുണ്ട്. അതും ചിലപ്പോൾ ശരിയായിരിക്കും. ഇവിടെ വീതി കുറവല്ലേ, കല്ല് പെറുക്കി അടിക്കേക്കുന്നുണ്ടോ? ഒറ്റ കല്ലേ ഉള്ളു, തള്ളിയ താഴെ പോകും തോന്നുന്നു. അല്ല ഇതിലേം വണ്ടി വരുന്നുണ്ടല്ലോ. മതില് പണിതേക്കുന്നുണ്ടോ? അതൊന്ന് തള്ളിയാലങ്ങ് താഴെ പോകില്ല. ഇപ്പോഴേ വണ്ടി റേസ് ആകുന്നില്ല, ശ്വാസം മുട്ടൽ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ മുകളിലോട്ട് ചെല്ലുമ്പോ എന്തായിരിക്കും? അതെ, ചെറിയ വഴിയാ. പക്ഷെ ചേട്ടാ ഇവിടുന്നുണ്ടല്ലോ ഈ ലേന്ന് നുമ്രാവാലിക്ക് ബസ്സുണ്ട്. ബസ് ഉണ്ടായിരിക്കും. ഏതാ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നോ? അല്ലാതെ സാധാരണ ആൾക്കാർ പോകുന്ന ബസ്. അതെ, കാർഗിലിൽ നിന്ന് പുള്ളി ചെയ്തിട്ട് ഇപ്പം ഡീസൽ മൈലേജ് നോക്കിയായിരുന്നോ? 3.5 അല്ലേ? നമ്മുടെ ലോറിയുടെ മൈലേജ് ഉണ്ട്, 66 മൈലേജ്. തമിഴ്നാട് വണ്ടിയാ. അവര് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വഴി ഭയങ്കര ശോകമാണല്ലോ. അല്ല, അത് ആ വഴിയാന്നേ. അവിടെ എന്താ പണിയോ വല്ലതും നടക്കായിരിക്കും, അതുകൊണ്ട് ഇതിലെ തിരിച്ചു വിട്ടതാ. വണ്ടികളെല്ലാം ഇതിലെ തിരിച്ചു വിട്ടേക്കുക. ആ വഴി വണ്ടി വിടുന്നില്ല. ഈ വലിയ വണ്ടിയും കൊണ്ട് ഇതിലേ വരുന്നേ നമ്മൾ മാത്രമേ വരുന്നുള്ളായിരിക്കും. വണ്ടി അങ്ങ് വലിക്കുന്നില്ല, റേസാവുന്നില്ല. ഈ വലിയ വണ്ടിയും കൊണ്ട് ഇതിലേ വരുന്ന കാണുമ്പോൾ ആൾക്കാർക്കെല്ലാം അത്ഭുതമാണ്. ഇതെല്ലാവരും വീഡിയോ എടുക്കുക, കാണുന്നവരെല്ലാം. അടിഞ്ഞ് കയറിയില്ല. റേസാകുന്നില്ല, അതാ പ്രശ്നം. പൊട്ടിയ ടയർ കിടന്ന് കറങ്ങുക. എനിക്ക് തോന്നുന്നത് ഇതെന്തേരം ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല, കുറച്ചപ്പുറം വരെ ഉള്ളെന്ന് തോന്നുന്നു. വഴി അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് തിരിച്ചു വിട്ടേക്കുന്നത് എന്നാണ് തോന്നുന്നത്. അയക്കാലും വന്ന് കയറിങ്ങാൽ കയറി.
മിക്കവാറും അവിടെ എന്തെങ്കിലും പണി നടക്കുമായിരിക്കും, അതാ ഇതിലെ തിരിച്ചുവിട്ടെ. പക്ഷേ ഇവിടെ കുറച്ച് ഏരിയേ ഉള്ളൂ ഇത്രയും വീതിയുള്ള, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിലും വീതി കുറവാ. വീതി കുറവാ. പക്ഷെ ലോറികളൊക്കെ പഴയ വഴിക്ക് തന്നെ വരുന്നത്. ലോറി പഴയ വഴിത്തെ കൂടെ തന്നെ വിട്ടു, നമ്മളെ തിരിച്ചും വിട്ടു. അതിനാ നേരത്തില്ല, അവിടെ അടുത്ത് ചോദിക്കേണ്ടതായിരുന്നു. ആ ഇപ്പം നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 13,200 അടി ഉയരത്തിലെത്തി. ഇനിയും വഴി മോശമാണോ? ഈ മോശമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തിരിച്ചു വിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പൊ പോയ ആ വണ്ടിയെ നമ്മളവിടെ ഹെൽത്തിന്റെ അവിടെ നിന്നപ്പോ പോയ വണ്ടിയാ. പക്ഷെ നമ്മൾ ആദ്യം വന്നേ അത് ചുറ്റി വരുന്ന വഴി ഇച്ചിരി ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വഴിയാണ്, അതായിരുന്നു നല്ലത്. അതെ അതെ. ലോവർ യുവർ ഗിയർ, കർവ് ഈസ് നിയർ. വലിയ ഗിയറിൽ പോവാൻ ഈ ബൈക്കേ പോകുന്നവർക്ക് എന്തോ പൊടിയാ അതിനല്ലേ. എന്നാണേലും ബൈക്കിൽ പോകുന്നവരെ സമ്മതിക്കണം. അതെ, പൊടി, തണുപ്പ്, ചൂട് ഇതെല്ലാം അടിച്ചു പോകുന്നത്. ഇതിനകത്തേ മിക്കവാറും നമ്മൾ ഈ അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ഈ പണ്ട് ഹൈ റേഞ്ചിൽ കൂടെ കൂടി ഈ മൺറോഡ് ഉണ്ടായിരുന്നപ്പം ജീപ്പേ പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും മിക്കവാറും. സത്യം. ഇതിന്റെ അകത്തൂടെ എല്ലാം കയറുന്നുണ്ട്. ക്യാബിനകത്ത് കണ്ടവനം പൊടി കയറുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പൊടി അടിച്ചിട്ട് ശ്വാസം വിടാൻ വയ്യാതെ വരും. പുറകെ പോയി ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതെല്ലാം വഴിപണി നടന്നുകൊണ്ടിരിക്കുക. എന്നാ പൊടിയാന്ന്. ഡ്രൈവ് വൈസ് നോബഡി ഡൈസ്. സൂക്ഷിച്ചോടിക്കുക, ആരും മരിക്കാതിരിക്കും. അതുകൊണ്ട് ആ മലയിൽ നിന്ന് വന്ന് ഇപ്പുറത്തെ മലയിൽ കയറി അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് വീതി കൂട്ടുക. നേരത്തെ ചെറിയ വഴിയായിരുന്നു, ഇപ്പൊ റോഡ് വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുക. Every winding road has a memory to tell. Drive carefully. Drive on horsepower, no drum power. കേട്ടല്ലോ, വെള്ളം അടിച്ചത് വണ്ടി ഓടിച്ചേക്കില്ലെന്ന്. ആ റമ്മിന്റെ പവറില് ഓടിക്കല്ലെന്ന് കേട്ടല്ലോ. അതെ അതെ. ഇപ്പൊ പച്ച അല്ലെങ്കിലേ നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ മദ്യപിക്കുകയൊന്നും ചെയ്യും. അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രിക്കോഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സിംറ്റംസും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിംറ്റംസ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ ഇവിടെ ഇപ്പം മദ്യപിക്കുന്ന ആരും ഇല്ലോ, നിങ്ങൾ മാത്രമേ. അത് പ്രിക്കോഷൻ. നിങ്ങൾ ഇന്നലെ ബിയർ കഴിച്ചില്ലേ? അത് ആപ്പിൾ ബിയർ അല്ലേ? ആപ്പിൾ ബിയർ അല്ലേ ഉച്ചയ്ക്ക് ചാലം കഴിച്ചത്? ആ, അതുകൊണ്ട് ഞങ്ങളും അത് കഴിച്ചോളൂ, അല്ല വേറെ ആരും കഴിച്ചിട്ടില്ലല്ലോ. അവിടെ എഴുതി വെച്ചിരുന്ന എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. എനിക്ക് തലവേദന, ലൂസ് മോഷൻ, പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ചുമയും പനിയും ചെറിയ രീതിക്ക് തുടങ്ങി. ചുമ തുടങ്ങി നല്ല രീതിക്ക്, മൂക്കും. അമ്മയ്ക്ക് തലവേദന, ഛർദി, ലൂസ് മോഷൻ. ചിറ്റയ്ക്ക് പിന്നെ തലവേദന ഭയങ്കര ഹൈ ആയിരുന്നു. പീരിയഡ്സും ആയി ഇവർക്ക് രണ്ടുപേർക്കും. പിന്നെ പിള്ളേർക്കും ഫുള്ള് ലൂസ് മോഷനും തലവേദനയും എല്ലാവർക്കും അതെ. ഞങ്ങള് പുരുഷന്മാർക്ക് മാത്രമേ കുഴപ്പമില്ലാത്തത്. കൊച്ചായിക്ക് ചെറിയ ഫുഡ് പിടിക്കാത്തതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവനെ കൂടെ ഒഴിവാക്കിയത്. ബാക്കി ഞങ്ങള് 3 പേര്, ഞാനും ചായയും. പക്ഷെ കൊച്ചായിക്ക് ഒറ്റത്തവണ വന്ന പ്രശ്നമുള്ളൂ. ഞങ്ങൾ ഇന്നലെ മൊത്തം അനുഭവിച്ചോണ്ടിരിക്കുക ഇപ്പോഴും. ഇതൊക്കെ പറയുമ്പോഴേക്കുണ്ടോ സൈക്കിളെ പോകുന്നുണ്ടോ ലഡാക്കിന്? അത് പക്ഷെ ഇവിടെ ഉള്ള ആളാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് പോകുന്നൊന്നും ആയിരിക്കില്ല, ഇവിടെ ഉള്ള ആളാന്ന് തോന്നുന്നു. ലഡാക്കിനെന്ന് പറഞ്ഞേ നാട്ടിൽ നിന്ന് വല്ലതും എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നാണെങ്കിലോ എന്ന് ഓർത്താ പറഞ്ഞേ. പക്ഷെ പുള്ളി ഇവിടെ ഉള്ള ആളാന്ന് തോന്നുന്നു. സ്പീഡ് ഈസ് എ നൈഫ് ദാറ്റ് കട്ട്സ് ലൈഫ്. സ്പീഡ് എന്ന് പറയുന്ന കത്തി പോലെയാണ്, ജീവിതം മുറിക്കൂന്ന്. ഏക്കാലും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ സ്പീഡൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മള് പതുക്കെയാ. ഇതൊന്ന് മൂവായി കിട്ടിയിട്ട് വേണ്ടേ? ആ വഴിയാ നമ്മൾ കയറി പോകണ്ടേ. അങ്ങ് കണ്ട ആ മഞ്ഞുമലയുടെ ഒക്കെ ആ ഒരു ലെവലിലെത്തി നമ്മള്. അങ്ങോട്ട് നോക്കി ഒത്തിരി മഞ്ഞുമലകളുണ്ട്. അടുത്ത വർഷം വരുമ്പോഴത്തേനും ഈ വഴിയെല്ലാം ടാർ ചെയ്യുമായിരിക്കും. നേരത്തെ വഴിക്ക് വീതിയായി, നല്ല വീതിയായി. എല്ലാ ആണ്ടിലും വരുന്നുണ്ടോ? അടുത്ത വർഷം മഞ്ഞുകാലത്തൊന്ന് വരുന്നുണ്ട്. ഇവിടെ ഇതൊരു വ്യൂ പോയിന്റ് കേട്ടോ, ഇവിടെ വേണമെങ്കിൽ നിർത്താം. ലേ സിറ്റി ഇപ്പോൾ അത് ഒത്തിരി അകലെ കാണുന്നു, അങ്ങ് അകലെ കാണുന്ന ലേ സിറ്റി. ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവരാ കൂടുതലും ഉള്ളത്. ഈ ഇവിടെ നല്ല കാറ്റുണ്ട്. സാറേ ഒന്ന് ചായയാണോ നോക്കി? രാവിലെ മേക്കപ്പ് ആയിരുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞാനോർത്ത് വേറെ ബൈക്കിൽ വല്ലതും വന്നവരായിരിക്കും. ചേട്ടാക്കി ഇപ്പോൾ ആള് മാറിപ്പോയനെ. മേക്കപ്പ് ഇട്ടതൊന്നുമല്ല, രാവിലെ ഒരു പരിപാടി കാണിച്ചതാ, പണി പാളിപ്പോയി. പാളിയോണ്ട് പിന്നെ മൊത്തം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടിയതാ, ആക്ച്വലി കയറിപ്പോയി. പിന്നെ അത് മൊത്തം എടുത്തു. ഇതാ നല്ലത്. ഇതാ നല്ല. ഇപ്പം കണ്ടോണം അവിടെ ചെല്ലുമ്പോൾ ഉള്ള തണുപ്പെല്ലാം അടിച്ച് വരണ്ട് വരഞ്ഞ്. ഇപ്പം ഇവിടുന്ന് ഡ്യൂട്ടിയൊക്കെ മാറി മൊത്തം വണ്ടി എടുക്കുക.
നമ്മൾ ആ അകലെ കണ്ട മഞ്ഞുമലകളുടെയൊക്കെ മുകളിലെത്തി ഇപ്പം. JKSRTC, ജമ്മു കാശ്മീർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ബസ്സുകളൊക്കെ വല്ലപ്പോഴും ഓരോന്നൊക്കെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 1-2 എണ്ണമൊക്കെ ഉള്ളെന്ന് തോന്നി ഇങ്ങോട്ടൊക്കെ. കാര്യം നമ്മൾ ലേയിൽ നിന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ കർണംബിലയിൽ എത്താനായിട്ട്. പക്ഷെ ഓടി എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. മൊത്തം മലകൾ കയറി വേണം നമുക്ക് അവിടെ എത്താൻ. ഡാമി രാവിലെ നല്ല ഉറക്കം, അതുകൊണ്ട് സൂര്യ കുറച്ചു നേരം പുറയിലിരിക്കുമായിരുന്നു. ഇൻട്രോ ഒക്കെ പറഞ്ഞേച്ചു അതൊക്കെ ഉറങ്ങാൻ പോയതാണ് മുമ്പേ. കുഞ്ഞിക്കിളി കിടന്നുറങ്ങി, കുഞ്ഞിക്കണ്ണു ഉറങ്ങി. കുഞ്ഞിക്കിളിക്ക് തലവേദന എടുക്കുന്നു പറഞ്ഞ് പോയി കിടന്നു. കുഞ്ഞിക്കിളി പറയുന്നത് ഇവിടെ ഒന്നും കാണാനില്ല, മല മാത്രമേ ഉള്ളൂ, എങ്ങോട്ട് നോക്കിയാലും. നമ്മൾ കയറി വന്ന വഴികൾ കാണാവോ താഴോട്ട്? പിന്നെ കുറേ വഴികൾ ആദ്യം കയറി വന്നപ്പോൾ ഒന്നും കാണത്തില്ല. നമ്മൾ വന്നപ്പോൾ അന്ന് ഈ താഴേന്ന് തൊട്ടേ മൊത്തം സ്നോ വീണ് കിടക്കുകയായിരുന്നു. ആ അതെ അതെ, വഴിക്ക് വീതിയും കുറവായിരുന്നു. ഇതിന്റെ 1/3 വീതിയേ ഉള്ളായിരുന്നു. താഴെ കാരക്കോറം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ കാരക്കോറം മലനിരകളുടെ ഭാഗമാണ് ഇവിടെ എല്ലാം. Apply brakes judiciously, not abruptly. അതുണ്ടോ ആ ട്രാവലർ പോകുന്ന വഴി നമുക്ക് പോകേണ്ടതാണോ? പിന്നെ ഇതിന്റെ മുകളിൽ കയറി ചെല്ലണം ആ മലയുടെ. ആഹാ. ഈ കാരക്കോറം മലനിരകൾ പ്രധാനമായും പാകിസ്ഥാനിലും ഗിൽഗിറ്റ് ബൾട്ടിസ്ഥാൻ മേഖലയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ബാക്കി കുറേ ഭാഗം ഇന്ത്യയിലെ ലഡാക്കിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മലനിരയത്. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്സൊക്കെ കാണിച്ച് എൻ്റർ ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ ഇന്നാളെ വന്നപ്പോഴും താഴെയും എൻ്റർ ചെയ്യണമായിരുന്നു, ഇവിടെയും വേണമായിരുന്നു. ഇപ്പോൾ പക്ഷേ താഴെ ഇല്ല. പോലീസ് ചെക്ക് പോസ്റ്റ് സൗത്ത് പുള്ളു. സൗത്ത് പുള്ളു, ചിലയിടത്ത് പുള്ളൂന്നാ, ചിലയിടത്ത് പുള്ളൂന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ രാജേഷ് ബ്രോ എൻ്റർ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കയറി വന്നാൽ ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റും ഒക്കെ ഉള്ളൂ. പിന്നെ വേറെ ആരുമില്ല വഴിയിലേക്ക്. അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഐസ് കട്ട് ചെയ്യുന്ന വണ്ടിയാണ് അത്. അതെ, അതിൻ്റെ ടയറിലെല്ലാം ചങ്ങലയിട്ടിട്ടുണ്ട് സൈഡിൽ. ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് സ്നോ വീഴുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, ടയറിലെല്ലാം ചെയിൻ ഇട്ടേക്കുക. അത് ഫിക്സ് ആയിട്ട് അങ്ങ് ഇട്ട് വെച്ചേക്കുക. ആ ചെയിൻ പോലും ഭയങ്കര കനമുള്ള ചെയിനാണ് കേട്ടോ. ചെയിൻ്റെ ഒരു 1.5 ഇഞ്ച് ഉണ്ട് അതിൻ്റെ ഹൈറ്റ്. ഇവിടെ ഒരു റിക്കവറി വെഹിക്കിളൊക്കെ കിടപ്പുണ്ട്. സിയാച്ചിൻ വാരിയേഴ്സ്. South Kullu, altitude 15,300 feet. കർദുങ്ങിലേക്ക് 14 കിലോമീറ്റർ. പിന്നെ രസമല്ലേ ഹിമാലയം നിൽക്കുന്ന കാണാൻ. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ ഇവിടെയൊക്കെ മഞ്ഞുണ്ടായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 2 സൈഡ് മൂടി, ഒരു വണ്ടി പോകാനുള്ള ഇടം മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ മഞ്ഞ് മൂടി കിടക്കായിരുന്നു. രാമക്കുട്ടിക്കൊക്കെ ക്ഷീണമാണല്ലോ. എന്നാണേലും ലഡാക്കിലേക്കുള്ള ഒരു യാത്രയെന്ന് പറഞ്ഞൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. സാഹസിക യാത്രയാണ്. അതെ, സിയാച്ചിൻ വാരിയേഴ്സ്. സിയാച്ചിൻ മലകളിൽ നിൽക്കുന്ന നമ്മുടെ സൈനികരെയാണ് സിയാച്ചിൻ വാരിയേഴ്സ് എന്ന് പറയുന്നത്. അതെ, നമ്മൾ അകലെ കണ്ട മലകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. Sharp turn ahead, move slowly. Horn is to honk, please do it on my curves. Horn അടിച്ച് പോവാന്ന്. ആ വണ്ടിയെ ഇവിടെ ആക്സിഡന്റ് ആയതാ. പോലീസുകാരത് അവിടെ എടുത്ത് വെച്ചേക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മുന്നറിയിപ്പാ. അതുണ്ടോ ഒരു ജീപ്പ് വന്നുണ്ടോ? എന്നാ സാധനം ആണ്ടേ, ഇത് ഓടിപ്പോയി. ആണ്ടോ അത് അവിടെ ഇരുന്നു. കരടിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. ഇതാണോ നമ്മുടെ പോട്ടെ. ആ സൈഡിൽ തന്നെ മഞ്ഞുമലകളൊക്കെ കാണാൻ തുടങ്ങി. എല്ലാം ഉരുകിപ്പോയതാ. ബാക്കിയെല്ലാം മുള്ളക്ക് ചെല്ലുമ്പോ ഉണ്ടെന്നാ അച്ഛമ്മേനെ സുഖമായിട്ട് കൊണ്ടുവരായിരുന്നു. ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവുക ഈ ഹൈ ആറ്റിറ്റ്യൂഡിലേ. വണ്ടിക്കകത്ത് വലിയ പ്രശ്നമില്ലല്ലോ, ഇപ്പോഴും ചൂടല്ലേ, അതുകൊണ്ട് ആകാശത്തിന്റെ തൊട്ടടുത്ത് വന്ന പോലെ തൊടാവുന്ന പോലെ. അതുണ്ടോ കല്ലിളകിയിരിക്കുന്നുണ്ടോ? ഇതെങ്ങാനും താഴോട്ട് പോയല്ലേ. ഇവിടെ കല്ല് പൊട്ടിച്ച് മാറ്റിയപ്പോഴേ അതാ ഇതിന്റെ കൈവരിയെല്ലാം പോയി കിടക്കുന്നത്. എന്നാ വലിയതല്ല. നിറച്ച് മലകൾ. ഇനെന്തോ പറയില്ല ഹിന്ദിയിൽ, എന്തോ പഹാഡോമേ ബീച്ച് അല്ലേ? മലകൾ അല്ലെ, ഹിന്ദിയിൽ എന്തോ ഒരു ഡയലോഗ് അറിയില്ലേ, എന്തോ പഹാഡോം കാ ബീച്ച്. എന്തോ ഹിന്ദി അറിയത്തില്ല.
വെൻ ഓൺ റോഡ് സ്വിച്ച് ഓൺ സേഫ്റ്റി മോഡ്. ഇവിടെ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് റോഡുകളെല്ലാം പണിതേക്കുന്നത്. അപ്പം ഇഷ്ടം പോലെ ഇതുപോലെ നമ്മുടെ ഇപ്പോൾ അവിടെ സ്റ്റോപ്പ് ഗോസ്ലോ എന്നൊക്കെ എഴുതി വെക്കുന്നതിന് വരെ കുറേ കാവ്യാത്മകമായ രീതിയിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കുണ്ടല്ലോ മഞ്ഞ് പെയ്യുന്ന കാണായിരുന്നു. ഇവർക്ക് പക്ഷേ സ്നോഫോൾ ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യമില്ലെന്ന് തോന്നുന്നത്. ഭാഗ്യം ഉണ്ട്, എവിടെയെങ്കിലും കിട്ടും. പറയാൻ പറ്റില്ല, ബാങ്കോക്കിലൊക്കെ കിട്ടും, പറയാൻ പറ്റുന്നില്ല. ഇതുവരെ മഞ്ഞൊക്കെ ഇപ്പൊ മഞ്ഞിപ്പോ കാണിച്ചു തരാം. ഫസ്റ്റ് സെക്കൻഡ് കൂടി പോയാൽ തേടി വരെ കൊടുക്കാം. അതെ, അതിൽ തന്നെ കയറി പോണം. ഓക്കെ, നമ്മൾ വന്ന വഴി അങ്ങ് താഴെ കാണുന്നേ. നമ്മളിപ്പോ എന്നാ ഹൈറ്റിൽ വന്നു നോക്കിയേ. ഇതിവിടുത്തെ ഒരു പോലീസുകാരുടെ ആർമിക്കാരുടെ എന്തോ ക്യാമ്പായിരുന്നു എന്ന് തോന്നുന്നു, ചെറിയ. പക്ഷെ അതെല്ലാം കല്ല് വീണ് പോയി. എന്ത് ഹൈറ്റ് നമ്മൾ എത്തിയെന്ന് നോക്കിയേ. വണ്ടികളൊക്കെ താഴെ ചെറിയ തീപ്പെട്ടി പോലെ വരും. ഇപ്പോഴേ കർദുംഗ്ല പാസ് എത്താറായി. അപ്പം കുഞ്ഞിക്കണ്ണയൊക്കെ വിളിക്കണം. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഇപ്പോഴേ വിളിക്കാം, എന്നാലേ അവിടെ ചെല്ലുമ്പോഴത്തേനും കേൾക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോകേണ്ട ഇത് ഇങ്ങനെ ചെന്ന് ഈ മലയുടെ സൈഡിൽ കൂടെ ഇത് അങ്ങ്. ഞാൻ എന്താ സൂര്യയുടെ ആ മലയുടെ മുകളിൽ നമുക്ക് എല്ലണ്ടായിരുന്നു. അതുകൊണ്ട് അതിലെയാ പോകണ്ടേ. ഇതുണ്ടോ ഇതെല്ലാം സ്ലോയാ. കണ്ണാടി എടുത്ത് മാറ്റാതെ. ആ താഴെ കാണുന്ന വഴി കൂടെ നമ്മൾ കയറി വന്ന്. ഇവിടെ ഇറങ്ങുമ്പോൾ കണ്ണാടി വെക്കണം കേട്ടോ, അവിടെ സ്നോ കാണും. കണ്ണാടി വെച്ചോണ്ട് വേണം ഇറങ്ങാൻ. അത് കോട്ടോ എല്ലാം ഇടണം. തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നു. വെളിയിലിറങ്ങി അധികം നേരം നിൽക്കത്തില്ലല്ലേ? വെളിയിലിറങ്ങി അധികം നേരം നിൽക്കത്തില്ല. ഞാനേ ഒന്ന് ഇറങ്ങി നോക്കി. വെളിയിലിറങ്ങി നിൽക്കാൻ മൂക്കൊക്കെ കവർ ചെയ്തിട്ടാണ് പിന്നെ നിൽക്കാം. മൂക്കൊന്ന് മരയ്ക്കുക കാറ്റ്. കാറ്റിങ്ങനെ അടിച്ച് മൂക്കിനകത്തോടെ എല്ലാം കയറുക. അതുപോലെ തണുത്ത കാറ്റാണ്. മുകളോടെ കല്ലിരിക്കുന്നുണ്ടോ? അയ്യോ, ഇതെല്ലാം ഇപ്പൊ അടന്നിടന്ന് പോരുന്നു. ഇങ്ങോട്ട് നോക്കിയാ എന്നാ രസം നോക്കിയാണ്. പിന്നെ ഇതൊക്കെ ഈ മലയിൽ താഴോട്ട് പോകുന്ന വണ്ടികൾ. അതുണ്ടോ എന്റെ ക്യാബിനാ, ലോറിയുടെ ക്യാബിനാ. അവ ഐസായിട്ടിരിക്കുന്നു, വെള്ളം വന്ന് ഉറഞ്ഞിരിക്കുന്നു. സൂര്യ അങ്ങോട്ടൊന്ന് നോക്കിയേ, താഴേക്ക്. ചേട്ടാ അങ്ങ് അകലേക്ക് നോക്കിയല്ലേ, സിറ്റി കാണാം അങ്ങ് അകലെ. ആ അതെ, ഈ പ്രാവശ്യം വേനല് നേരത്തെ എവിടെ അതാ മഞ്ഞൊക്കെ ഒരു ഇത്. ഓരോ മലയുടെ സൈഡിൽ കൂടെ വരുമ്പോഴും ഇപ്പൊ ആവും എന്ന് ഓർക്കും. അതെ അതെ. പക്ഷെ പിന്നെയും തിരിഞ്ഞ് വഴി ഇങ്ങനെ അങ്ങ് കിടക്കുക. കർദുംഗ്ലയിലേ ആദ്യമായിട്ട് ബസ് ഓടിച്ചെത്തുന്ന വനിത മുത്തായിരിക്കും. ആയിരിക്കണം. അത് 21ാമത്തെ വയസ്സില്. പണികളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര സ്ലോയിലാണ് നടക്കുന്നത്. അല്ല, മഞ്ഞുകാലത്ത് ഇവിടെ പണി നടക്കത്തുമില്ല. വേനൽ സമയത്തെ പണി നടക്കുള്ളൂ. വെള്ളം ഫ്രീസ് ആയതാ. അവിടെ നോക്കിയേ. 2 വർഷം മുമ്പ് നമ്മൾ വന്നപ്പോഴേ ഇവിടെ ഒരു വണ്ടി കഷ്ടിച്ചേ പോവുള്ളായിരുന്നില്ലേ. 2 വണ്ടി അടുപ്പിച്ച് വന്നാൽ സൈഡ് കൊടുക്കാൻ വലിയ പാടായിരുന്നു. വഴിയൊക്കെ ആയാലും കുറെ എല്ലാം വീതി കൂട്ടി കുറെ പണിയെല്ലാം തീർന്നു. അപ്പോൾ നമ്മളതേ വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡായ കർദുംഗ്ലയിലെ മോട്ടറബിൾ പാസ്, കർദുംഗ്ല പാസ്. To Karthungla top 17,982 feet. The gateway of Numbra Valley. നുംബ്ര വാലിയുടെ ഗേറ്റ് വേ ആണ് കർദുംഗ്ല. അപ്പോൾ ഇവിടുന്ന് കാർഗിൽ 258, ശ്രീനഗർ 462, ജമ്മു 710, ലേ 39 കിലോമീറ്റർ, മണാലി 428, ചണ്ഡീഗഡ് 766. Welcomes you to the top of the world, mighty Kardungla. Altitude 17,982 feet. അപ്പോൾ നമ്മൾ വേൾഡിലെ ഹയസ്റ്റ് സെക്കൻഡ് മോട്ടറബിൾ പാസ്സായ കർദുംഗ്ല പാസിലെത്തി. അതും കേരളത്തിൽ നിന്ന് 3 വയസ്സുള്ള ദാമിക്കുട്ടിയായിട്ട് ഇവിടെ എത്തി. അവിടെ കയറാം. ഇപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 17,982 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ 2 മലയാളികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവര് എറണാകുളത്തു നിന്ന് പോകുന്നല്ലേ? എറണാകുളത്ത് നിന്ന് പോകുന്നത്. ഇപ്പൊ ഇവര് എത്ര ദിവസമായി പോന്നിട്ട്? ഞങ്ങൾ വന്നിട്ട് 57 ദിവസമായി. 57 ദിവസമായി പോന്നിട്ട്. അപ്പൊ എവിടെയൊക്കെ കറങ്ങി? നമ്മള് നോർത്ത് ഈസ്റ്റ് കറങ്ങി, നേപ്പാള്, ഭൂട്ടാൻ കയറി, തിരിച്ച് ലക്നൗ വഴി ഇങ്ങനെ, പിന്നെ ഈ വഴി ശ്രീനഗർ വഴി കയറി മണാലി വഴി തിരിച്ചു പോകും. അപ്പൊ വലിയൊരു ട്രിപ്പായിരുന്നു. ട്രിപ്പാണ്. 2 പേരും പണിയൊക്കെ കളഞ്ഞിട്ടങ്ങ് പോന്നേക്കണേ.
ആ വഴിക്ക് ഇങ്ങനെ പോകും. ആണോ? എന്നാ ജോലി? ഇന്ന മെക്കാനിക്കാണ് ബൈക്കിന്റെ കളമശ്ശേരിയിൽ വർക്കാണ്. മെഡിക്കൽ ഫീൽഡിലാണ്. ആണോ? എക്സ്റേ ടെക്നീഷ്യൻ. ആ ഏക്കല്ല അടിപൊളി. സൂക്ഷിച്ചു പോവാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇനി അപ്പം ഇനി ഡയറക്റ്റ് നല്ലോട്ടാണോ അതോ? അല്ല, ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ ചെന്ന് മണാലി വഴി എങ്ങനെ പോകും. ആ ഓക്കെ ഓക്കെ. രണ്ടുപേരുടെ പേര്? എൻ്റെ പേര് അക്ഷയാമൃത് എന്നാണ്. എൻ്റെ പേര് അശ്വതി. അശ്വതി. എറണാകുളത്ത് എയർപോർട്ടിന് അടുത്ത് തന്നെ വീട് ആലപ്പുഴയാണ്. ചുറ്റാണ് എറണാകുളത്തെ. സ്വന്തം വീട് എവിടെയാണോ? ആലപ്പുഴ. ആലപ്പുഴ, കുട്ടനാട്, നമ്മുടെ അടുത്ത് തന്നെ. അപ്പം ശരി എന്നാ. ഓക്കെ, ബൈ. ഞങ്ങളോട് കൂടുവാണെങ്കിൽ ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോവാം. കുറച്ച് നാളായല്ലേ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്. ഇവരൊപ്പം കൂടുന്നില്ല. കുറെ പേര് ഇവിടെ ഉണ്ടല്ലേ. ഇവരെ അപ്പൊ ഇവിടുന്ന് കിട്ടിയാ? ഇവർക്ക് വഴി ഫുള്ള് അറിയാം. അപ്പൊ റോഡിങ് പോകുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ പുറകെ പോകും. റേറ്റ് കുറച്ച് റൂമിന്റെ പരിപാടിയൊക്കെ ചെയ്തു തരും. വീട്ടുകാരായതുകൊണ്ട് നമുക്ക് റേറ്റ് കുറച്ചൊക്കെ ഇവർ റൂം എടുത്ത്. അപ്പൊ ഇവിടെ എല്ലാം കുറെ മഞ്ഞൊക്കെ ഉണ്ട്. ബാക്കി മഞ്ഞൊക്കെ ഉരുകിപ്പോയി. അപ്പൊ നമ്മുടെ ഒരു ഫ്ലാഗ് ഇവിടെ ഉണ്ട്. ആ അപ്പൊ ഇത് ഇവിടെ ഒരു ചെറിയൊരു മന്ദിരമുണ്ട്, ശിവക്ഷേത്രമാണ്. പിന്നെ ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ഇതുകൊണ്ട് അവിടെ ഒരു ഗോമ്പ ഉണ്ട്, കർദുംഗ്ല ഗോമ്പ. പിന്നെ ഇവിടെ എല്ലാം ടിബറ്റൻ ഫ്ലാഗുകൾ തൂക്കിയിട്ടുണ്ട്. വിജയ് കർദുംഗ്ല ടോപ്പ്, നോർത്ത് പുള്ളു 14 കിലോമീറ്റർ, കൽസാർ 56 കിലോമീറ്റർ, നുംറ സാൻഡ്യൂൺസ് 86 കിലോമീറ്റർ, സിയാച്ചിൻ ബേസ് ക്യാമ്പ് 164 കിലോമീറ്റർ. ഗേറ്റ് വേ ഓഫ് സിയാച്ചിൻ എന്നാണ് കർദുംഗ്ല അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് 17,982 ഫീറ്റാണ്. ഫസ്റ്റ് വ്യൂ ഓഫ് കാരക്കോറം റേഞ്ച്. ഇനി ഇറങ്ങി പോകേണ്ട വഴി കണ്ടോ? അത് താഴേക്ക് നോക്കി. അങ്ങ് താഴെ ചെല്ലണം. നമ്മൾ ഇങ്ങോട്ട് കയറിയ പോലെ അങ്ങോട്ട് ഇനി ഇറങ്ങണം. ഇവിടെ തണുപ്പ് കുറവായതുകൊണ്ടാണ് ഇത്രയും സമയം നിൽക്കാൻ പറ്റും. 1 മണിക്കൂറോളം ഇവിടെ നിന്നു. പക്ഷെ ഇത്രയും സമയം ഇവിടെ നിൽക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടേ നമുക്ക് 5 മിനിറ്റ് പോലും നിൽക്കത്തില്ലായിരുന്നു. ജസ്റ്റ് ഇറങ്ങി ഒരു ഫോട്ടോയും വീഡിയോ എടുത്ത് അന്നേരം പോയത്. നിങ്ങളെ മഞ്ഞ് കണ്ടല്ലോ, കണ്ടോ? വഴിയിലെല്ലാം മാറ്റിയതാ, കട്ട് ചെയ്ത് മാറ്റിയതാ. ഹർ ഹർ മഹാദേവ്, ചെറിയൊരു മന്ദിർ. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഇത് കണ്ടില്ല കേട്ടോ. മഞ്ഞ് മൂടി കിടക്കായിരുന്നു. നമ്മൾ അന്ന് വന്നപ്പോൾ നല്ലപോലെ സ്നോഫോൾ കിട്ടി. മഞ്ഞ് ഇങ്ങനെ മേളിൽ നിന്ന് ഒഴുകി വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെയ് മാസം വരെ ഇവിടെ മഞ്ഞുള്ളതെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേനും മഞ്ഞെല്ലാം ഒഴുകി പോകും. ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു. നോക്കിയേ, എന്നാ വലിയ മഞ്ഞുകെട്ട കിടക്കുന്നുണ്ടോ? ആ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. അതാണ് കർദുംഗ്ല പാസ്, അങ്ങാ ടവർ നിൽക്കുന്നത്. നേരത്തെ കർദുംഗ്ല ആയിരുന്നു വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ്. എനിക്ക് വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ? നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ഉംലിംഗ്ലാണ് വേൾഡിലെ ഹയസ്റ്റ് ഫസ്റ്റ് മോട്ടറബിൾ പാസ്. ഇനിയിപ്പോൾ ഈ മഞ്ഞൊക്കെ ഉരുകി കഴിയുമ്പോഴത്തേനും ഇവിടെ നല്ല പച്ചപ്പൊക്കെ ആവുമായിരിക്കും. ഈ മഞ്ഞൊക്കെ ഉരുകിയിട്ട് ഇനിയിപ്പം സെപ്റ്റംബറൊക്കെ ആവുമായിരിക്കും അടുത്ത മഞ്ഞ് പെയ്യാൻ തുടങ്ങുമ്പോൾ. ഫുള്ളൊടിയിട്ടെ. ഇവിടെ ഉള്ളവരെല്ലാം വണ്ടി ഓടിക്കുന്നത് ഗ്ലാസ് വെച്ചാ. ഈ അന്തരീക്ഷത്തിന് ഭയങ്കര ഒരു തെളിച്ചാണ്. ഇവിടെ ഉള്ളവരല്ല, ഇവിടെ വരുന്നവരും എല്ലാവരും അങ്ങനെയാ. അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഞ്ഞിയും ചെറുപയറും നാരങ്ങാച്ചാറും, പിന്നെ വേണേ ആർക്കെങ്കിലും ചമ്മന്തിപ്പൊടിയൊക്കെ തരാം. ചെറുപയർ ഞങ്ങൾ ജാറായിട്ടാണ് വെച്ചത്. തേങ്ങയൊന്നും അരച്ചില്ല, അല്ല ചുമ്മാ മുളക് പൊടിയൊക്കെ ഇട്ട്. പക്ഷേ അത് കുക്കറിനകത്തിപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അത് മെഴുക്കുവരട്ടി പോലെ ഇരിപ്പുണ്ട്. വെള്ളമൊക്കെ പറ്റിപ്പോയി. നല്ല മഞ്ഞൊരുകി വരുന്ന വെള്ളത്തിൽ പാത്രം കഴുകുന്നു. അയ്യോ, തണുക്കുന്നു. ഭയങ്കര തണുപ്പായിരിക്കും വെള്ളത്തിന്. വെള്ളത്തിനും ഭയങ്കര തണുപ്പാ, കാറ്റും ഉണ്ട്. അതെ, ഈ വെള്ളത്തിൽ കഴുകാൻ അത്ര നല്ലതല്ല. എന്നോ കൈ മറിക്കുക തണുത്തിട്ട്. പഹൽഗാമിലെ വെള്ളത്തിൽ ഇത്രയും തണുപ്പില്ലായിരുന്നു. പഹൽഗാമിലെ വെള്ളം പോലെ ഇല്ലേ ഇത്? മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. അവിടെ ഇച്ചിരി തണുപ്പ് കുറവല്ലേ. വെള്ളം ഒഴി ഇങ്ങനെ പാറ തട്ടി വരുന്ന കണ്ടപ്പോൾ നല്ല രസം കഴുകണമെന്ന്. പക്ഷെ അതാണ് കൈ മറിച്ചത്. അയ്യോ,
കൈ കോച്ചി പിടിച്ച പോലെ ഇരിക്കുക ഇപ്പോൾ ഇതുകൊണ്ട് മറിച്ചിട്ട് താമക്കുട്ടി ആ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങൾ ഇറക്കിയില്ല. ഇതാ ഇങ്ങോട്ട് നോക്കി, എവിടെല്ലാം ഇഷ്ടംപോലെ യാക്ക് മേഞ്ഞ് കിടപ്പുണ്ട്. നമ്മളവിടെയൊക്കെ വീടുകളിൽ പശുക്കളെ വളർത്തുന്ന പോലെ ഇവിടെ. ഇപ്പോൾ നമ്മൾ നോർത്ത് പൊള്ളുമായി. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് 16,000 ഫീറ്റാണ്. 2000 അടി നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. ആ, നോർത്തും സൗത്തും ഈസ്റ്റും ഒക്കെ ഉണ്ടോ? നോർത്തും ഉണ്ട്, സൗത്തും ഉണ്ട്. ഈസ്റ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇനിയിപ്പം മഞ്ഞുമലകളൊക്കെ അങ്ങ് അകലേ ഉള്ളൂ കേട്ടോ. മഞ്ഞുമലയെല്ലാം കഴിഞ്ഞാണോ? അതെ, ചില മലയുടെ മുകളിലൊക്കെ കുറച്ചുണ്ട്. ഇനി നമ്മള് മഞ്ഞിന്റെ അടുത്തോടെ പോകുന്നില്ലേ? ഇനി പോകുന്നുണ്ട്, കുറേ ദൂരം കഴിയണം. അപ്പം കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് മുത്തു പോയി കിടന്നു. ചായ് ബ്രോയെ ഡ്യൂട്ടി ഏൽപ്പിച്ചു. അങ്ങോട്ട് നോക്കി, അതുകൊണ്ടോ നദി ഒഴുകി വരുന്നതുണ്ടോ? അപ്പോൾ അതെ, ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് 15,300. ലഡാക്കിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.